നമസ്കാരം. ഗാർഡനിക്ക ഹോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഇതുപോലെ മഴക്കാലമായാലും അടീനിയം നല്ലതുപോലെ കെയർ ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ കോഡക്സ് ചീഞ്ഞ് ചെടി ചീത്തയായി പോകും. ഇതെല്ലാം മഴയത്തിരിക്കുന്ന ചെടികളാണ്. നമ്മളിതുപോലെ അതിൻ്റെ കോഡക്സ് നമ്മൾ പരിശോധിച്ച് നോക്കണം. ചീത്തയായിട്ടുണ്ടോ എന്നെല്ലാം നോക്കണം. അത് നമുക്കൊരു ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഷെയ്ഡിലാവുമ്പം അത്യാവശ്യം വെള്ളം വേണ്ടപ്പം വെള്ളം കൊടുക്കുകയും ചെയ്യാം. അത് ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും ആ പ്ലാന്റിൻ്റെ സോയിൽ. പ്ലാന്റ്സ് പെട്ടെന്ന് ചീത്തയായി പോകും. ഇതുപോലെ ചീത്തയായി പോയതാണ് ഈ ഒരു അഡീനിയം. ഇതെൻ്റെ റംബുട്ടാൻ്റെ ചുവട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മുഴുവനും റംബുട്ടാൻ്റെ തോടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം റിമൂവ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ മഴ തുടർച്ചയായിട്ട് പെയ്താൽ നമുക്ക് ചെടിയെല്ലാം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. വെള്ളം കെട്ടിക്കിടക്കും, പിന്നെ ഓവർ വാട്ടറിങ് വേണ്ടാത്ത ചെടികൾ കാണും. നമ്മളതെല്ലാം ഈ മഴയത്ത് ഇറങ്ങി ചെക്ക് ചെയ്യണം. പോട്ടിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മളത് മണ്ണ് എന്തെങ്കിലും കമ്പി വെച്ചോ എന്തെങ്കിലും കൊണ്ട് കുത്തിയിട്ട് ആ വെള്ളം കളഞ്ഞ് നല്ലതായിട്ട് വെക്കണം ചെടിച്ചട്ടി. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അടീനിയം എല്ലാം എടുത്ത് ഞാൻ ഷെയ്ഡിലോട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു അടീനിയം ചീത്തയായിപ്പോയി. ഇനി ഇതെനിക്ക് കട്ട് ചെയ്തിട്ട് സാഫ് പുരട്ടി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അടീനിയം എല്ലാം ഇതുപോലെ ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട്. കുറേ അപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്. അടീനിയം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, അടീനിയം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മഴ കൊള്ളാതെ ഷെയ്ഡിലായിട്ട് വെക്കുക. ഇനി തുടർച്ചയായിട്ട് മഴയായിരിക്കും.